ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിന്റെ അടക്കം 4 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹം ഹമാസ് നിന്ന് കൈമാറാനിരിക്കെ ഇസ്രായേലിന് ഇത് സങ്കടമുള്ളതും ബുദ്ധിമുട്ടേറിയതുമായ ദിവസമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ട 4 കുടുംബാംഗങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഞങ്ങൾ കുടുംബങ്ങളെ ചേർത്തുപിടിക്കുന്നു. ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഹൃദയം തകർന്നിരിക്കുന്നു, ഒപ്പം എന്റേതും. ഇതിന് കാരണക്കാരായവരുടെ ഹൃദയവും തകർക്കപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മൾ നീചന്മാരായിട്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരമാണ് ബന്ദി കൈമാറ്റം നടക്കുന്നത്. ഹമാസ് തട്ടിക്കൊണ്ടുപോകുമ്പോൾ കിർഫിന് 10 മാസമായിരുന്നു പ്രായം. 2023 ഒക്ടോബർ 7 തട്ടിക്കൊണ്ടുപോയത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കിർഫും സഹോദരനും മാതാവും കൊല്ലപ്പെട്ടതായി 2023 നവംബറിൽ തന്നെ ഹമാസ് അറിയിച്ചിരുന്നു. എന്നാൽ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നില്ല. ഈ മാസം തുടക്കത്തിൽ ജയിലിലെ ബന്ദികളെ തിരിച്ചയക്കുന്ന കൂട്ടത്തിൽ യാർദൻ ബിബാസിനെ ഹമാസ് വിട്ടയച്ചിരുന്നു. 2 ആൺകുട്ടികൾക്കും അമ്മയ്ക്കും എന്ത് സംഭവിച്ചുവെന്നത് വ്യക്തമാക്കുന്നതുവരെ തങ്ങളുടെ യാത്ര അവസാനിക്കില്ലെന്ന് കുടുംബം പറഞ്ഞിരുന്നു. കരാർ പ്രകാരമുള്ള മൃതദേഹങ്ങളുടെ കൈമാറ്റത്തിന്റെ ആദ്യഘട്ടമാണിത്. DNA പരിശോധനകൾ പൂർണ്ണമാകുന്നതുവരെ ഇസ്രായേൽ മരിച്ചവരുടെ ഐഡന്റിറ്റി അംഗീകരിച്ചേക്കില്ല.